തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, കഴിവുകേടിന്റെ പര്യായം കൊച്ചി കോർപ്പറേഷനിലും കാണുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ജനം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ മതം നോക്കി വിജയിപ്പിച്ച സന്ദർഭത്തിൽ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നുണ്ടാകില്ല കാത്തിരിക്കുന്നത് ഇതുപോലുള്ള കഴിവുകേടുകളുടെ അനുഭവമായിരിക്കുമെന്ന്. എന്തായാലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. തൃക്കാക്കര MLA ആയിട്ടുള്ള ഉമാ തോമസിന്റെ ദൃശ്യം. അതായത് അവർ ഈ ദൃശ്യം നേരിട്ട് കളക്ടറെ വിളിക്കണത്രേ. സാധാരണഗതിയിൽ കൊച്ചി നഗരത്തിൽ എന്തെങ്കിലും സംഭവവികാസം ഉണ്ടായാൽ കളക്ടറെയാണോ വിളിക്കാറുണ്ടായിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മേയറെ വിളിച്ച് പത്രക്കാർക്ക് മുന്നിൽ അത് വലിയ ഷോയും പ്രകടനവുമാക്കുന്ന കാഴ്ചകൾ നിങ്ങൾ എത്ര കണ്ടു പഴകിയതാ. ഇപ്പോൾ ഒരു സംഭവവികാസം വന്നാൽ മേയറെ വിളിക്കണ്ട, നേരെ കളക്ടറെയാണ് അത്രേ വിളിക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ. ഇപ്പോൾ MLA വീഡിയോ കോൾ വിളിച്ച് ജില്ലാ കളക്ടറെ വീഡിയോ കോൾ വിളിച്ച് ഈ വിവരം കാണിക്കുകയാണ്. ജില്ലാ കളക്ടറെ വീഡിയോ കോൾ സംസാരിക്കുന്നു. ഇവിടെ നോക്കിയേ, റോഡിൽ നിറച്ച് വെള്ളമാണ്. കുടിക്കാൻ വെള്ളം എത്തിയിട്ടില്ല. കുടിക്കാൻ വെള്ളം വന്നിട്ട് കാര്യമുണ്ടോ? എന്താ ചെയ്യാ? എത്ര നേരമായി? മണിക്കൂറുകളായി. വാട്ടർ അതോറിറ്റി എന്റെ കൗൺസിലറാണ്. വാട്ടർ അതോറിറ്റി ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ഇത്രയും നേരമായി, മണിക്കൂറുകളായി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് യാതൊരു തീരുമാനമില്ല. അവര് മെട്രോക്കാർ വെള്ളം അടിച്ച് കളഞ്ഞോണ്ടിരിക്കുള്ളൂ. കേമാരെല്ലാം അവിടെ മാറിയിരിപ്പുണ്ട്. ഞങ്ങൾ വലിച്ച് വെള്ളത്തിൽ കൊള്ളുന്ന ഇടും. അല്ല അവസരം ഉണ്ടാക്കരുത്. അവരവിടെ മാറിയിരിക്കണ കാര്യം ഒന്നിരിക്കണം. അവര് എഞ്ചിനീയർമാർ വന്ന് അവിടെ നിൽക്കുക, വലിച്ച് ഞങ്ങൾ വെള്ളത്തിൽ കൊള്ളുന്ന ഇടുപ്പ ആവശ്യമില്ലാത്ത വഴിക്ക്. ഇപ്പോ ഈ നേരത്തെ പ്രതിഷേധം നടന്നിരുന്നെങ്കിലും ആളുകളെ അറിയിപ്പിക്കാൻ MLA ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഒരു തീരുമാനവും പറയാത്തതുകൊണ്ട് ഇപ്പോഴും നാട്ടുകാരൊക്കെ തന്നെയും ഈ റോഡ് ഉപരോധിക്കുകയാണ്. മതങ്ങൾക്കൊക്കെ രാഷ്ട്രീയ പദവികൾ വീതിച്ചു കൊടുത്തപ്പോൾ കഴിവായിരുന്നില്ലല്ലോ മാനദണ്ഡം. കഴിഞ്ഞ 5 വർഷം കൊച്ചിക്കുണ്ടാക്കിയ മാറ്റങ്ങൾ ബ്രഹ്മപുരം തുടങ്ങി അവിടെ 390 കുടുംബങ്ങളെ ഫ്ളാറ്റുകളിൽ പുനരധിവസിപ്പിച്ച വികസന വിസ്മയങ്ങൾ നടത്തിയ നാടാണ് കൊച്ചി നഗരസഭ. അവിടെ കേവലം 2 മാസത്തിനകത്ത് നിങ്ങൾക്ക് കഴിവുകേടുകൾ അനുഭവിച്ചറിയേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞു, കേട്ടില്ല. ഇപ്പോൾ ജനത്തിന് അനുഭവിക്കുകയല്ലാതെ മറ്റ് തരമില്ല. കഴിവുകേടിനെ ഒരിക്കലും മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാജിക്ക് കാണിച്ച് മാറ്റാൻ പറ്റില്ല. അറിവില്ലായ്മ തന്നെയാണ്. അതിൻ്റെ ദുരനുഭവം അനുഭവിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് വെളിച്ചം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കൊച്ചിയിലായിക്കോട്ടെ, തലസ്ഥാന നഗരിയിലായിക്കോട്ടെ, ജനം നട്ടം തിരിയുന്ന രീതിയിലേക്ക് കഴിഞ്ഞ 2 മാസത്തിനകം എത്തിച്ചേരുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അവരവർ തന്നെ സ്വയം വരുത്തി വെച്ച വിന. ആ വിനയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളം വലുതാണെന്ന് നോക്കിക്കോളൂ. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടങ്ങളിൽ ഒരിടത്തും മേയറിനെതിരെ പഴിയില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലായിരുന്നെങ്കിലും മേയർമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മേയർമാരുടെ കഴിവുകേടുകളെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാട്ടാൻ മത്സരിച്ചിരുന്നവർ എന്തേ യഥാർത്ഥ കഴിവുകേടുകൾ, അവർ വരുത്തിയിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ കണ്ടിട്ടും ആ പേര് മിണ്ടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. ഇവിടെയാണ് ഇവർ സെലക്റ്റീവായി ഒളിച്ചു കടത്തപ്പെടുന്ന പല കുതന്ത്രങ്ങൾ. അത് മനസ്സിലാക്കാൻ ചില അനുഭവങ്ങൾ വേണ്ടിവരും. അതിപ്പോൾ നേരിട്ട് തലസ്ഥാനത്ത് നോക്കിയാലും കൊച്ചിയിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അനുഭവമുണ്ട്. അവിടെ നിന്ന് ചിന്തിച്ചാൽ മാത്രം മതി, പലതിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടും.